ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? അപ്പോൾ അതാ രാവിലെ എണീറ്റ പാടെ മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ചിട്ടാണ് അടുക്കള വാതിലൊക്കെ തുറക്കുന്നത് കേട്ടോ. അപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാതെ നമ്മുടെ ജീവിതം ഇപ്പം ഇല്ല. രാവിലെ എണീറ്റ് മുഖം കഴുകിയോ ഇല്ലയോ മൊബൈൽ ഫോൺ എടുത്ത് നോക്കാതിരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ? പ്രത്യേകിച്ചും നമ്മളിങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്നവർക്ക് പ്രത്യേകിച്ചും അങ്ങനെ ആയിരിക്കും. അല്ലാത്തവർ തന്നെ രാവിലെ എണീറ്റ പാടെ മൊബൈൽ എടുത്തിട്ട് വാട്സപ്പും ഫേസ്ബുക്കും പറഞ്ഞ പോലെ എന്തൊക്കെയെങ്കിലുമൊക്കെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നൊക്കെയാണ് നോക്കലല്ലേ. ഞാനും മുമ്പൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പം പിന്നെ ആദ്യം നോക്കുന്നത് നമ്മുടെ യൂട്യൂബ് എടുത്ത് കമൻറ്റ് ബോക്സാണ് നോക്കൽ. എന്തൊക്കെയാണ് കമൻറ്റുകൾ, അതിനുള്ള റിപ്ലൈ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രാവിലെ നിൽക്കും. രാവിലെ ആകുമ്പോൾ കുറച്ച് റേഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ പരിപാടിക്കൊക്കെ രാവിലെ നിൽക്കുന്നത്. അങ്ങനെ ഫോണും എടുത്തിട്ട് ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ വേഗം ഒന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് വരട്ടെ. അപ്പോൾ അടുക്കളയിലെ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി പാത്രം കഴുകലോ ഒന്നിനും വയ്യ, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു മുക്കിൽ നമ്മളെ ഈ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കൂടെ ഒരു വലിയ പാത്രത്തിലിട്ടിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വിട്ടു. ഇനിയിപ്പോൾ അതാ പല്ല് തേപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ പല്ലൊന്നും കൂടെ തേച്ച് മുഖമൊക്കെ കഴുകി അകത്ത് കയറിയാൽ പിന്നെ അടുക്കളയിലാണ് നമ്മുടെ യുദ്ധം മുഴുവനും. അപ്പോൾ രാവിലെ ഒരു 5:45 അപ്പോൾ കുഞ്ഞു ഇരുട്ടും ചെറുതായിട്ടുള്ള വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കിളികളുടെ കളകളാനാദവും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ രാവിലെ ഒരു വൈബാണ് അല്ലേ? നമുക്കിങ്ങനെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേക്കുമ്പോൾ ഈ കിളികളും കാക്കകളൊക്കെ കരഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് തോന്നും. ഒന്നാമത് ഉറക്കം പോകാനെങ്കിൽ പിന്നെ പറയും വേണ്ട, മിണ്ടാതെ അവിടെ എവിടെയെങ്കിലും ഇരുന്നാൽ മതിയെന്ന് തോന്നും. അങ്ങനെ ഞാൻ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞതാ നേരെ നമ്മുടെ കലവറയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ചിട്ടിക്കുട്ടിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ജീരക വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ആറി തണുത്ത് കിടക്കുന്നുണ്ട്. അതിലൊന്ന് ഒരു ഗ്ലാസ് മുക്കി കുടിച്ചു. ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ മുഖമൊക്കെ കഴുകി മുഖമൊക്കെ ഒന്ന് തുടച്ചതല്ലേ. ഇപ്പോൾ രാവിലെ കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ മുഖം കാണിച്ചിട്ടുള്ള വീഡിയോസൊന്നും ചെയ്യില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കണ്ണ് വേദനയും കണ്ണിൽ കമിട്ടും കുരുവും ഒക്കെ ആയിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല എന്ന് മാത്രം. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കണ്ണിൽ കമിട്ടും കുരു, വയ്യോ, ജലദോഷം, പനി എന്നൊക്കെ പോരാത്തതിന് മക്കൾക്ക് ആവശ്യത്തിലേറെ ഇപ്പോൾ വയ്യായികകളുണ്ട്. ഇനിയിപ്പോൾ എൻ്റെയും കൂടെ വീഡിയോയിൽ പറഞ്ഞ് ഇതാക്കണ്ടെന്ന് വിചാരിച്ചു. സംസാരിക്കാനൊന്നും സമയമില്ല. രാവിലെ 6:15 പണികളൊക്കെ ചെയ്തിട്ട് ഉറക്കം പോരാ. ഇടയ്ക്ക് ഇങ്ങനെ എണീക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ രാത്രി അപ്ലോഡ് ചെയ്യാൻ ഇടുകയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ആവണില്ല. അപ്പോൾ രാത്രി ഇങ്ങനെ ഇടയ്ക്കൊക്കെ എണീറ്റ് നോക്കുമ്പോൾ ആയോ എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയിൽ നെറ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് ഓഫായിപ്പോവും. അപ്പോൾ അങ്ങനെ കിടക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ എണീറ്റ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സവാളയും, കുറച്ചൊന്നുമില്ല, ഒരു മുറി സവാള. ഇപ്പം ഞാൻ ഒരു മുറിയിൽ കൂടുതൽ ഒന്നിനും ഉപയോഗിക്കില്ല കേട്ടോ. കറിയിലാണെങ്കിലും ശരി, ഇനിയിപ്പോൾ എന്തിലാണെങ്കിലും ശരി, ഉള്ളിക്കൊക്കെ നല്ല വിലയല്ലേ. അപ്പം ഞാൻ എന്തായാലും ഒരു മുറി സവാളയും ഒരു മുറി ക്യാരറ്റും ഒരു 2 പച്ചമുളകൊക്കെ എടുത്തിട്ട് കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കാനാണ്. അപ്പത്തിൻ്റെ മാവ് കുറച്ചുണ്ട്. നമ്മുടെ കള്ളപ്പം ഉണ്ടാക്കുന്ന മാവില്ലേ, കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ചാരുമോളിപ്പോൾ ഉപ്പുമാവാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് അപ്പം ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും അവൾക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏട്ടനും ഞങ്ങൾക്കൊക്കെ ഉപ്പുമാവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഉള്ളിയും പച്ചമുളകും ക്യാരറ്റും ഒക്കെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് നമ്മുടെ ആ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ, അതിലിട്ടിട്ട് ഒന്ന് 4 വലി വലിച്ചാൽ നല്ല പൊടിയായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഏട്ടൻ അവിടെ നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആശ ചേച്ചിൻ്റെ പേരക്കുട്ടിക്ക് നവംബർ 3-ാം തീയതി പിറന്നാളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് വിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വാവൻ്റെ പേര് വന്നിട്ട് ത്രിനയ് എന്നാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ത്രിനയ് വാവയ്ക്ക് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പം ഞാനിങ്ങനെ ഏട്ടനെ നോക്കി സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ പേടിച്ചു കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ, കാരണം എൻ്റെ കണ്ണൊക്കെ വല്ല പൂച്ചൻ്റെ കണ്ണ്, പ്രേതത്തിൻ്റെ കണ്ണ് പോലെയുണ്ട് ക്യാമറയിൽ കാണുമ്പോൾ, വല്ല തിളങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ആ ഒരു വെളിച്ചത്തിൻ്റെ ഒരു ഇതാണ് എൻ്റെ കണ്ണൊക്കെ ഒരുമാതിരി ഇരുന്നത്.
അപ്പോൾ ഞാനതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു. ഇനിയിപ്പോൾ റവ ഒന്ന് വറുക്കാനായിട്ട് പോവാണ് കേട്ടോ. അതിപ്പോൾ ഇവിടെ ലൂസായിട്ടുള്ള റവ ഉണ്ടല്ലോ, തൂക്കി വാങ്ങിക്കില്ലേ, ആ ഒരു റവയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ റവ അങ്ങനെ വറുത്തിട്ടാണ് വെക്കുന്നത്. അല്ലാതെ നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുമ്പോൾ അത് റോസ്റ്റഡ് റവയാണല്ലോ. എന്നാലും ചിലപ്പോഴൊക്കെ ഞാൻ വറുക്കും കേട്ടോ. എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എൻ്റെ ചട്ടിയിൽ 4 ഇളക്കം ഇളക്കിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കുറച്ച് റവ എടുത്തിട്ട് ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്ത് വറുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തിരി റവയെ എടുക്കണുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ അപ്പത്തിൻ്റെ മാവും കുറച്ചുണ്ട്. അപ്പോൾ അതും ഇതുമൊക്കെ കൂടെ ആകുമ്പോൾ ഒരുപാട് അങ്ങനെ ഉണ്ടാക്കിയാലും ഉപ്പുമാവ് പിന്നെ അങ്ങനെ വലുതായിട്ട് ഇവിടെ അങ്ങനെ കഴിക്കാൻ ആരും ഇല്ല കേട്ടോ. റവ ഉപ്പുമാവ് പ്രത്യേകിച്ച് അത് കഴിച്ചു വെച്ചാൽ നെഞ്ചരിച്ചലും നീറ്റലും ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും അത് ഇത്തിരി എടുത്തിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ തവണ വാങ്ങിച്ച കവറിലുള്ള റവയുണ്ടല്ലോ, അത് ഇത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് കുറച്ചായിട്ട് നമ്മൾ കവറിലങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നു. അതും ഇട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ട് വറുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഉപ്പുമാവൊക്കെ റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ റവയൊക്കെ വറുത്തെടുത്തു. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്ത് നല്ല ചടപടാന്ന് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ നമ്മുടെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയൊന്നും ഇല്ല കേട്ടോ, ഇഞ്ചിയൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ഇന്ന് ഇഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇഞ്ചിക്കൊക്കെ ഭയങ്കര വിലയാണ്, ഇനിയിപ്പോൾ ഇഞ്ചിയൊന്നും ഈ അടുക്കളയിൽ കുറച്ച് ദിവസം കാണില്ല. അപ്പോൾ ഇഞ്ചിക്കൊക്കെ വില കുറയുമ്പോൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളത് കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കും ഇപ്പോൾ അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ കറിവേപ്പിലയും വറമുളകൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് താളിക്കുകയല്ല, കടുക് പൊടിച്ച് എല്ലാം ഒന്ന് വഴറ്റി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇത് അപ്പുറത്ത് അടുപ്പിൽ നമ്മൾ പാലും വെള്ളമൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 2-3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പോൾ ചായയാണ് കേട്ടോ, ചായക്ക് വെള്ളം വെച്ചതാണ്, വെള്ളവും പാലുമായിട്ട്. അതൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ഇതവിടെ ഉപ്പുമാവ് അങ്ങനെ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ നേരം ഇങ്ങനത്തെ പണിയൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് അല്ലേ. ചായ ആകണ നേരം കൊണ്ട് ഒരടുപ്പിൽ ഉപ്പുമാവും റെഡിയാവും. ഇതൊക്കെ ആകുമ്പോൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചട്ടപ്പെട്ടാന്ന് ഞൊടിയിടയിൽ അങ്ങോട്ട് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ ഉപ്പുമാവൊക്കെ അത് അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയും റെഡി ആയിട്ടുണ്ട്. ചായയെല്ലാം ആറ്റിയിട്ട് ഇനിയിപ്പോൾ 2 പോകാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഉപ്പുമാവൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പോകാൻ നേരം ചിട്ടിക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും അവളെ എണീപ്പിച്ച് വിടാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ ഉണ്ട് ആൾക്ക് തീരെ വയ്യ കേട്ടോ. 2 ദിവസം പനിയൊക്കെ ആയിരുന്നില്ല, 2-3-4 ദിവസം പനിയൊക്കെ ആയിട്ട് ഇപ്പോൾ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ സ്കൂളിൽ പോയിട്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ആയിരിക്കും, രാവിലെ എണീക്കാൻ മടിയായിട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഉണ്ട് നോക്കുമ്പോൾ താടയുണ്ടല്ലോ, താട വീങ്ങിയിട്ട് താട വീക്കമാണ് തോന്നുന്നു, ഭയങ്കരമായിട്ട് വീങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നല്ലോണം വേദനയുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിട്ടിക്കുട്ടി എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവളെ ഇടയ്ക്ക് ഇങ്ങനെ ചുമക്കണൊക്കെ ഉണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ചുമയൊക്കെ കേൾക്കാൻ പറ്റും. കൂട്ടുകാർ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ആൾക്ക് ഇന്ന് താട വീക്കം ആയതുകൊണ്ട് സ്കൂളിൽ പോകാനായിട്ട് പറ്റില്ല. സ്കൂളിൽ ഇനിയിപ്പോൾ അതൊന്നും കഴിയാണ്ട് വിടാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ആൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവർ പോണവർക്ക് വേഗം എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഉണ്ടാക്കി വെച്ചതൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് നിന്നു. ചാരുമോൾക്ക് പിന്നെ ഉപ്പുമാവൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു അപ്പത്തിൻ്റെ മാവ് ബാക്കി ഉണ്ടായിരുന്നു, അതിലൊരു 2-3 ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ അവരെ വിട്ടാക്കി. പിന്നെ ചിട്ടിക്കുട്ടിക്ക് കഴിക്കാനായിട്ട് കൊടുത്തു ഞാൻ ചായയും ഉപ്പുമാവും കൊടുത്തു. പിന്നെ അവളൊന്നും കഴിച്ചില്ല കേട്ടോ. അവൾക്ക് ഒന്നും ഇറക്കാൻ പറ്റില്ല, തൊണ്ടവേദന പോലെ ഈ ഭാഗത്തൊക്കെ വേദനയായിട്ട് ഇറക്കാനായിട്ട് പറ്റണില്ല കേട്ടോ. ഉമിനീര് പോലും ഇറക്കാൻ പറ്റുന്നില്ല, നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ആപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കഴിഞ്ഞ ദിവസം ആപ്പിളും ഓറഞ്ചും വാങ്ങിയിട്ട് വന്നില്ലേ ഏട്ടൻ. അപ്പോൾ അതിൻ്റെ ഒരു ആപ്പിൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇത്തിരി പാലും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ച് നമ്മൾ ഷെയ്ക്ക് പോലെ അല്ലെങ്കിൽ ജ്യൂസ് പോലെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നും കഴിക്കാണ്ടിരുന്നാലും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊടുത്താലും നല്ലതാണ്, തണുപ്പാണല്ലോ. ചൂടുള്ള ആഹാരമൊന്നും കൊടുക്കാനും പറ്റില്ല. അപ്പം ഞാൻ രാവിലെ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മനെയൊക്കെ വിളിച്ച് ചോദിച്ചു കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ അവർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാനിതാ ആപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മൾ പാലും ഒരു 2 മണി ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചിട്ട് അതൊന്ന് കൊടുത്തു വിട്ടാ രാവിലെ. അതൊരു 1/2 ഗ്ലാസ്സേ കുടിച്ചുള്ളൂ, ആൾ കുടിക്കുമോയെന്നൊന്നും അറിയില്ല. അപ്പോൾ ആപ്പിൾ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ചവച്ച് തിന്നാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ്സോളം അവൾ കഴിച്ചു.
അങ്ങനെ ചിട്ടിക്ക് വേണ്ടതെല്ലാം ചെയ്ത് അവൾ കിടന്നിട്ടുണ്ട് കേട്ടോ. അവൾ ഉറങ്ങാനായിട്ട് കിടന്നു. ചെറുതായിട്ട് ഇങ്ങനെ വേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആൾ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇത്തിരി കഞ്ഞിയൊക്കെ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാനിതാ ചോറിനുള്ള അടുപ്പൊക്കെ കത്തിച്ച് ചോറ്റിനുള്ള വെള്ളമൊക്കെ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ അടുപ്പൊക്കെ കത്തി ഒരുവിധമൊക്കെ അങ്ങോട്ട് പിടിച്ച് വരുമ്പോഴേക്കും വീണ്ടും അങ്ങോട്ട് തീ കെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഊതുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുപ്പ് ഊതുന്ന ഒരു പണി തന്നെയാണ് അല്ലേ. ഗ്യാസിൽ വെക്കുമ്പോൾ ഈ വക ഇതൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, നമ്മുടെ ഗ്യാസിൻ്റെ വിലയ്ക്കും ഇതൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ അടുപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും. ഈ ചോറൊക്കെ വെക്കാനെങ്കിലും അടുപ്പെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ഗ്യാസൊക്കെ ലാഭമായിട്ട് കിട്ടുമല്ലേ. അപ്പോൾ ഇത്തിരി നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശൊക്കെ ലാഭം കിട്ടും മാസമാകുമ്പോൾ. അങ്ങനെ ഞാൻ എന്തായാലും ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്താക്കി. പിന്നെ ഇന്നലെ വൈകുന്നേരം കിടക്കുന്ന സമയത്ത് തന്നെ ചിട്ടിക്കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ നാളെ മുരിങ്ങപ്പരിപ്പ് കറി വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുട്ടി ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുരിങ്ങയില പൊട്ടിക്കാനായിട്ട് നമ്മുടെ അടുത്ത ഒരു പറമ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഞാനിതാ മുരിങ്ങയിലയൊക്കെ പൊട്ടിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരിസരത്തുള്ളവരൊക്കെ ഈ ഒരു മരത്തിൽ തന്നെയാണ് കേട്ടോ മുരിങ്ങയില പൊട്ടിക്കണത്. അപ്പോൾ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണല്ലോ. പിന്നെ ഇപ്പോൾ അതിന് വളവും വെള്ളവും ഒന്നും വേണ്ട, തന്നെ അങ്ങോട്ട് തഴച്ചുണ്ടായിക്കോളും. അപ്പോൾ നമ്മുടെ വീട്ടിൽ മുരിങ്ങ കൊമ്പ് വെച്ചിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. എന്നാലും അത് ഇങ്ങനെ നെടുക്കനെ പോയിട്ട് തലപ്പിലൊരു 4 എണ്ണം നിൽക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ളതൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഒടിക്കൊടിക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുലുന്തായി തഴച്ച് വരുന്നതൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ദിവസം പൊട്ടിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും മുരിങ്ങയിലയൊക്കെ പൊട്ടിച്ച് ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് പരിപ്പിട്ട് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ കുട്ടികൾക്കും പരിപ്പിട്ട് വെച്ചാലാണ് ഇഷ്ടം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ മുട്ടയിട്ടിട്ട് പൊരിക്കുക, അങ്ങനെ വറുക്കുക പറയില്ലേ, അങ്ങനെ ചെയ്യണം. എന്നാൽ കുറച്ചും കൂടെ കഴിക്കും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പരിപ്പൊക്കെ ഒന്ന് കുക്കറിനകത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി. പിന്നെ അത് നമ്മൾ മൺപാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മൺചട്ടിയിൽ ഒഴിച്ച് കൊടുത്ത് ഉപ്പും മുളകൊക്കെ ഇട്ട് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് മുരിങ്ങയില കഴുകി എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒന്ന് ആവി കയറിയിട്ട് നമുക്ക് അരപ്പ് ചേർത്താം. ഇതിപ്പോൾ ഞാൻ അരപ്പ് ഉണ്ടാക്കുന്നത് കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുരിങ്ങയില ഉണ്ടാക്കുന്ന കറി ഉണ്ടാക്കുന്നത്. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് തേങ്ങൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതാണ് കേട്ടോ ചേർക്കുന്നത്. അത് ചേർത്തതിന് ശേഷം ഒന്ന് തള വരുമ്പോഴത്തേക്ക് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കടുക് പൊട്ടിക്കാൻ താല്പര്യമുള്ളവർ കടുകും വെളുത്തുള്ളിയൊക്കെ ചതച്ച് അങ്ങനെ കടുക് പൊട്ടിച്ചെടുത്താലും നല്ല മണവും ടേസ്റ്റും ഒക്കെയാണ്. ഇവിടെ ഞാൻ കടുകൊന്നും പൊട്ടിക്കാറില്ല, വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മുരിങ്ങയിലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തള വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിത് അരപ്പൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില ഒരുപാട് വെന്ത് പോയാൽ നല്ല കയ്പ്പ് രസം വരും കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ എന്തായാലും നമ്മുടെ തേങ്ങയൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂടി വെച്ചാൽ നമ്മുടെ മുരിങ്ങയില കറി റെഡിയാകും. അങ്ങനെ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചാരുമോളുടെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചാരുവിന് പനിയാണ്, വീട്ടിലേക്ക് കൂട്ടിയിട്ട് പൊക്കോളൂ, നല്ലോണം വയ്യ ആൾക്ക് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഏട്ടനെ വിളിച്ച് പറഞ്ഞു. ഏട്ടൻ പിന്നെ അവിടെ അടുത്തായത് കൊണ്ട് തന്നെ ആൾ പിന്നെ 12 മണിയാകുമ്പോൾ പോയി വിളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ആൾ ഒരു പീരീഡ് കഴിഞ്ഞതും ആൾ കിടക്കാൻ തുടങ്ങിയതാണ് വയ്യാന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് അവൾക്ക് തുമ്മലും ചീറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് പിന്നെ നല്ല അലർജിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പനി വരും. അപ്പോൾ എന്തായാലും ഏട്ടൻ പോയിട്ട് ആ വർക്കിംഗ് ഡ്രസ്സോടെ തന്നെ കൂട്ടിയിട്ട് വന്ന് ആൾ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ചു പോയിട്ട് 1 മണിയാകുമ്പോഴേക്കും ആൾ പോവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇതവിടെ പിള്ളേർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് 2 ആളവിടെ റൂമിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂൾ ബാഗും യൂണിഫോമൊക്കെ ഇവിടെ അഴിച്ചിട്ടിട്ട് പോയി കിടക്കുകയാണ് കേട്ടോ. കഞ്ഞിയൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പേരും ബെഡ് റെസ്റ്റിലാണ്. സുഖമായില്ലേ രണ്ടാൾക്കും? അല്ലേ? എന്ത് തുണയുണ്ട് പറഞ്ഞിട്ടാ? ചെവി വേദനിക്കണ? അതുണ്ടാവുന്നുണ്ട്. പനിക്ക് നല്ല ടീച്ചർ. ശരി, കോഫി കുഴപ്പമില്ല, സാൻഡ്വിച്ച്. ടേബിള് നോക്ക്, മൊത്തം മരുന്ന് വെള്ളം പറഞ്ഞ പോലെ എല്ലാം. ഇതെടുത്ത് അടച്ചു വെക്കാൻ അറിയില്ല ചാരു. ഇതെല്ലാം
മരുന്നൊന്നും എടുത്ത് വെക്കാണ്ട്. ഏത് എന്നിട്ട് ഞാൻ ഒന്നും കഴിച്ചില്ല, കോഫി മാത്രം കുടിച്ചു. നിൽക്കാനേ വയ്യ. ഇതെന്താ കുടിക്കാൻ പറ്റുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കഴുകാനുള്ളതല്ലേ? ശരി, വെള്ളം ഞാൻ വേറെ കൊണ്ടുവയ്ക്കാം, തണുത്തു നന്നായിട്ട്. ആ, അച്ഛൻ വരുമ്പോതാ കൂട്ടിയിട്ട് വരുമ്പോൾ 2 പാക്കറ്റ് ബ്രെഡും എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. പനിയല്ലേ. അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് അവനെ ഇങ്ങനെ കിടത്തി ഉറക്കിയിട്ടാണ്. 2 പേരും നല്ല ഉറക്കമാണ്. അങ്ങനെ ഞാൻ പിന്നെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അങ്ങോട്ട് ഇരിക്കാനോ കിടക്കാനോ ഒന്നും ഞാൻ നിന്നില്ല. കാരണം ഇന്നത്തെ പണി ആകെ അവതാളത്തിലാണ്. രാവിലെ തന്നെ മക്കൾക്ക് വയ്യാന്നും പറഞ്ഞപ്പോൾ ഈ താടവീക്കും ഒക്കെ ആയപ്പോൾ വല്ലാത്തൊരു ഇതായിട്ടാണ്, മൂഡ് ഓഫായി. പിന്നെ ഇപ്പോൾ ഇതാ അപ്പോഴത്തേക്കും 10 മണിയാകുമ്പോഴേക്കും പിന്നെ ഒരാൾക്ക് വയ്യാന്നും പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഫോണും വന്നപ്പോൾ പറയാനുണ്ടാവും അല്ലേ. ടെൻഷൻ്റെ മേലെ ടെൻഷൻ, കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇവിടെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ, നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും ഇതാ 2 മക്കളിപ്പോൾ മുക്കിൽ കിടപ്പായിട്ടുണ്ട്. ഒരാൾക്ക് പനിയും ഒരാൾക്ക് താടവെക്കും ആയിട്ട്. അപ്പോൾ എന്തായാലും 2 പേരും ഉറക്കത്തിലാണ്. ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ പിന്നെ വേഗം വന്ന് തുണി അലക്കാനൊക്കെ നിന്നു. അപ്പോൾ രാവിലെയൊക്കെ സോപ്പ് വെള്ളത്തിലൊക്കെ മുക്കിയിട്ടതായിരുന്നു. തുണിയൊക്കെ അലക്കി തിരുമ്പാന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഒരാൾക്ക് വയ്യാണ്ടായപ്പോൾ പിന്നെ അങ്ങനെ എല്ലാം കൂടെ ആലോചിച്ചിട്ട് അങ്ങനെ മിണ്ടാതിരുന്നു കേട്ടോ. ഒന്നും ചെയ്യാനായിട്ട് വയ്യ, കയ്യും കാലൊക്കെ ഒരു കുഴച്ചിൽ പോലെയൊക്കെ ആയിട്ട്. അങ്ങനെ ഉച്ചയ്ക്ക് പിന്നെ കിടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും നേരമില്ല. അങ്ങനെ വേഗം തന്നെ ചോറുണ്ട വഴിക്ക് ഞാൻ തുണിയൊക്കെ കഴുകാനും ടാങ്കൊക്കെ ഒന്ന് കഴുകി ഒഴിച്ച് വെള്ളമൊക്കെ നിറച്ച് എല്ലാം ചെയ്ത് ബാത്റൂമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതാ തുണിയൊക്കെ വിരിച്ചിടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് അപ്പോൾ ഒരാൾ ഇടയ്ക്ക് വന്നിട്ട് പാൽച്ചായയും ബ്രെഡും വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് പോയതാണ് ചിട്ടിക്കുട്ടി. ഏട്ടൻ വരുമ്പോൾ ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നല്ലോ, ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ അതാ എൻ്റെ കുളിയും നനയെല്ലാം കഴിഞ്ഞു. സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 3:30 ആയിട്ടുണ്ട്. അപ്പോൾ കുളിക്കാൻ പോണ മുമ്പേ ചിട്ടിക്കുട്ടി എണീറ്റ് വന്നിട്ട് അമ്മ പാൽച്ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും പാൽച്ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടാട്ടെ ഉച്ചയ്ക്ക് വരുമ്പോൾ. അപ്പോൾ ബ്രെഡും പാൽച്ചായയും കൂടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കും കൂടെ എന്തായാലും അപ്പോൾ പാൽച്ചായ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ മാത്രം വന്നിട്ട് പൊടിയിട്ടൊരു ചായ കുടിക്കണമെന്ന് വിചാരിച്ച് 3 ആൾക്കുള്ള പാൽച്ചായ ഇങ്ങനെ അവിടെ തിളച്ചുകൊണ്ടിരിക്കണു. ഇനി പാൽച്ചായയൊക്കെ കൂട്ടിയിട്ട് പിള്ളേർക്ക് കൊടുക്കണം. ബ്രെഡൊക്കെ എടുത്തിട്ട് ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ് കേട്ടോ, അതാണ് വെട്ടമൊന്നുമില്ല, കറണ്ട് പോയിരിക്കുകയാണ്. അപ്പം എന്തായാലും രാവിലെ തൊട്ടൊരു പിള്ളേർക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ മനസ്സാകെ ഒന്നിന് പുറകെ ഒന്ന് പനി മാറുമ്പോഴേക്കും ഇപ്പോൾ താടവെക്കുമായി. ഇനിയിപ്പോൾ അവൾ കിടക്കുമ്പോഴേക്കും അടുത്ത ആൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് പനിയായിട്ട്. ഇനിയിപ്പോൾ 2 പേരിനെയും മാറോളം സ്കൂളിലേക്ക് എവിടേക്കും വിടണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും പാൽച്ചായയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പിള്ളേർക്കൊക്കെ അതൊന്ന് ആറ്റിയിട്ട് കൊടുക്കട്ടെ. അങ്ങനെ അടുപ്പത്ത് വെച്ച പാൽച്ചായയൊക്കെ ആയിട്ടുണ്ട്. പാൽച്ചായ എന്ന് പറഞ്ഞാൽ പൊടിയിടാത്ത ചായനെയാണ് കേട്ടോ ഇവിടെ പാൽച്ചായ എന്ന് പറയുന്നത്. ചിലർ നമ്മൾ ചായ വെക്കണതിന് പാലൊഴിച്ച് ചായ വെക്കണതിന് പാൽച്ചായ വെക്കും, പാൽച്ചായ എന്ന് പറയില്ലേ. പിന്നെ ഇതിന് പാലും വെള്ളവും എന്നായിരിക്കും പറയണത്. ഇവിടെ അതിനെ പാൽച്ചായ എന്നും പൊടിയിട്ട ചായനെ ചായ എന്നൊന്നുമാണ് കേട്ടോ പറയണത്. അപ്പോൾ എന്തായാലും പാലും വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ആറ്റി ഇനിയിപ്പോൾ പിള്ളേർക്കൊക്കെ ബ്രെഡും പാലും ഒക്കെ ആയിട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ എന്തായാലും 4 മണിയൊക്കെ ആയല്ലോ. അപ്പോൾ ഉച്ചയ്ക്കൊന്നും നേരെ കഴിച്ചിട്ടില്ല കേട്ടോ. ചിട്ടിക്ക് പിന്നെ താടവൊക്കെ ആയതുകൊണ്ട് ഒന്നും കഴിക്കാനും പറ്റില്ല, വേദനയായിട്ട്. അപ്പോൾ എന്തായാലും ഇത്തിരി ബ്രെഡെങ്കിലും വയറ്റിൽ പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചായയൊക്കെ ആയിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല ഉഷാറായിട്ട് നമ്മൾ ഇന്ന് നല്ല വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം കടന്നുപോയത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും സംഭവിക്കില്ല അല്ലേ. അപ്രത്യക്ഷമായിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും.
അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ ഒരു അങ്കലാപ്പ് പിടിച്ചൊരു ദിവസവും ഇന്നത്തെ വീഡിയോസും ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നമ്മളെ ഒന്ന് കരകയറ്റാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.